Hello everyone, welcome to A4 Education. ഈ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന IR റിലേറ്റഡ് ആയിട്ട് വരുന്ന രണ്ട് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് ആണ് വാഷിംഗ്ടൺ കോൺസെൻസസ് ആൻഡ് ബെയ്ജിംഗ് കോൺസെൻസസ്. എന്താണ് വാഷിംഗ്ടൺ കോൺസെൻസസ് ആൻഡ് ബെയ്ജിംഗ് കോൺസെൻസസ് എന്ന് പറയുന്നതിന് മുന്നേ എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുണ്ട്. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം അവൈലബിൾ ആണ്, ഒരു ഗൂഗിൾ ഫോം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഫില്ല് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ A4 എഡ്യൂക്കേഷൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഐഫറിന്റെ കോഴ്സിനെ കുറിച്ചും ഓഫേഴ്സിനെ കുറിച്ചും പോളിസീസിനെ കുറിച്ചും എല്ലാം എന്താണ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ആരെങ്കിലും അത് ഫില്ല് ചെയ്യാൻ മിസ്സായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഫില്ല് ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് എന്താണ് വാഷിംഗ്ടൺ കോൺസെൻസസ് ആൻഡ് ബെയ്ജിംഗ് കോൺസെൻസസ് എന്ന് നോക്കാം. The term Washington Consensus was coined by John Williamson. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചുള്ളതാണ്. Who coined the term Washington Consensus? John Williamson. To describe the policies that international institutions based in Washington, the IMF and World Bank and the US Treasury Department had come to favor for the reconstruction of economies in the developing world, especially 1980s 1990s IMF-ഉം വേൾഡ് ബാങ്കും അതോടൊപ്പം തന്നെ US ട്രഷറി ഡിപ്പാർട്ട്മെന്റും മുന്നോട്ട് വെച്ച നിയോ ലിബറൽ പോളിസീസിനെയാണ് വാഷിംഗ്ടൺ കോൺസെൻസസ് എന്ന് പറയുന്നത്. ഫോർ ദ റീകൺസ്ട്രക്ഷൻ ഓഫ് എക്കണോമീസ് ഇൻ ദ ഡെവലപ്പിംഗ് വേൾഡ്, ഇന്ത്യ പോലുള്ള അപ്പം LPG ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, LPG പോളിസീസ് ഒക്കെ വാഷിംഗ്ടൺ കോൺസെൻസസിന്റെ പാർട്ടായിട്ടാണ് ഇന്ത്യയിൽ വരുന്നത്. ബേസ്ഡ് ഓൺ ദി ഓർത്തഡോക്സ് മോഡ് ഓഫ് ഡെവലപ്മെന്റ് ആസ് മോഡേണൈസേഷൻ ആൻഡ് ഡ്രോയിങ് ഓൺ ദ ഐഡിയാസ് ഓഫ് നിയോ ലിബറലിസം. നിയോ ലിബറൽ എക്കണോമിക് പോളിസീസിനാണ് അപ്പം IMF-ഉം വേൾഡ് ബാങ്കും US ട്രഷറി ഡിപ്പാർട്ട്മെന്റും 1980s 1990s മുന്നോട്ട് വെച്ച ഫോർ ദി റീകൺസ്ട്രക്ഷൻ ഓഫ് ഡെവലപ്പിംഗ് വേൾഡ് മുന്നോട്ട് വെച്ച നിയോ ലിബറൽ എക്കണോമിക് പോളിസീസിനെയാണ് വാഷിംഗ്ടൺ കോൺസെൻസസ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇറ്റ് വാസ് കോയിൻഡ് ബൈ, the term was coined by John Williamson. The essence of the Washington Consensus was stabilize, privatize and liberalize. അപ്പം IMF-ഉം വേൾഡ് ബാങ്കും US ട്രഷറി ഡിപ്പാർട്ട്മെന്റും മുന്നോട്ട് വെച്ച നിയോ ലിബറൽ എക്കണോമിക് പോളിസീസ് ഫോർ ദ റീകൺസ്ട്രക്ഷൻ ഓഫ് ഡെവലപ്പിംഗ് വേൾഡ്, അതാണ് വാഷിംഗ്ടൺ കോൺസെൻസസ്. അതിനെയാണ് വാഷിംഗ്ടൺ കോൺസെൻസസ് എന്ന് വിളിക്കുന്നത്. In its longer version, the Washington Consensus favor the following: fixed discipline, cutting public spending, government spending കുറയ്ക്കുക. When it comes to economic domain, private sector-ന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ഗവൺമെന്റ് സ്പെൻഡിങ് കുറയ്ക്കുക. ടാക്സ് റിഫോം, കട്ടിംഗ് പേഴ്സണൽ ആൻഡ് കോർപ്പറേറ്റ് ടാക്സും പേഴ്സണൽ ടാക്സും കുറയ്ക്കുക. ഫൈനാൻഷ്യൽ ലിബറലൈസേഷൻ, ഡീറെഗുലേഷൻ ഓഫ് ഫൈനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ കൺട്രോൾ. ഫ്രീ മാർക്കറ്റ് എന്നുള്ളത് എന്താണ്? ഫ്രീ മാർക്കറ്റിനെ ഫ്രീ ആക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിനെ ഫ്രീ ആക്കുക. ബിസിനസ് സെക്ടർ എന്താണ്? കുറച്ചുകൂടെ ഈസി ആക്കുക. ബിസിനസ് റെഗുലേഷൻസ് റിലേറ്റഡ് ടു ബിസിനസ് അല്ലെങ്കിൽ റെഗുലേഷൻസ് റിലേറ്റഡ് ടു പ്രൈവറ്റ് സെക്ടേഴ്സ് അതെന്താണ്? ഈസി ആക്കുക അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്യുക. ഡീറെഗുലേഷൻ ഓഫ് ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് ക്യാപിറ്റൽ കൺട്രോൾസ്, റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ റെഗുലേഷൻസ് ഫേസ്ഡ് ബൈ മാർക്കറ്റ് എക്കണോമിക് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈവറ്റ് സെക്ടർ, ഇതൊക്കെ എന്താണ്? കുറയ്ക്കുക എന്നുള്ളതാണ്, അല്ലെ റിമൂവ് ചെയ്യുക എന്നുള്ളത്, ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഫിക്സിംഗ് ആൻഡ് ഫ്ലോട്ടിംഗ് ആൻഡ് കോമ്പറ്റീറ്റീവ് എക്സ്ചേഞ്ച് റേറ്റ്സ്, ട്രേഡ് ലിബറലൈസേഷൻ, ഫ്രീ ട്രേഡ് എന്നുള്ളതാണ്. ഫ്രീ ട്രേഡ് ആസ് വെൽ ആസ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്. ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് അല്ല, ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്. ഓപ്പൺനെസ് ടു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? മാക്സിമം ഇൻവെസ്റ്റ്മെന്റ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എൻകറേജ് ചെയ്യാം. മാക്സിമം ഇൻവെസ്റ്റ്മെന്റ് ഫ്രം ഫോറിൻ ലാൻഡ്, ഫോറിൻ കൺട്രി, ഫോറിൻ കോർപ്പറേറ്റ് ഓർഗനൈസേഷൻസ്, അതൊക്കെ എന്താണ്? മാക്സിമം എൻകറേജ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ പ്രൈവറ്റൈസേഷൻ ആണ്. പ്രൈവറ്റ് സെക്ടേഴ്സ് എൻകറേജ് പ്രൈവറ്റ് സെക്ടേഴ്സ് എന്നുള്ളതാണ്. പ്രൈവറ്റ് ഫീംസ് എന്നുള്ളതാണ് പ്രൈവറ്റൈസേഷൻ. ഇൻഡസ്ട്രിയൽ പ്രൈവറ്റൈസേഷൻ, പിന്നെ സെക്ടറൽ പ്രൈവറ്റ് സെക്ടേഴ്സിനെ കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സെക്ടർ വരുമ്പോൾ അല്ലെങ്കിൽ ഹെൽത്ത് സെക്ടർ വരുമ്പോൾ എഡ്യൂക്കേഷൻ സെക്ടർ വരുമ്പോൾ ഇതിലൊക്കെ എന്താണ്? പ്രൈവറ്റ് സെക്ടേഴ്സിനെ എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് പിന്നെ വാഷിംഗ്ടൺ കോൺസെൻസസ് അണ്ടറിൽ വരുന്നത്. കട്ടിംഗ് പബ്ലിക് സ്പെൻഡിങ്, ഗവൺമെന്റ് സ്പെൻഡിങ് കുറയ്ക്കുക, പേഴ്സണൽ ടാക്സ് ആൻഡ് കോർപ്പറേറ്റ് ടാക്സസ് മാക്സിമം കുറയ്ക്കുക. ഡീറെഗുലേഷൻ, അതായത് റെഗുലേഷൻ, റെസ്ട്രിക്ഷൻസ് വെൻ കമ്മിങ് ടു മാർക്കറ്റ്, വെൻ കമ്മിങ് ടു പ്രൈവറ്റ് സെക്ടർ, റെഗുലേഷൻസ് റെസ്ട്രിക്ഷൻസ് ഒക്കെ മാക്സിമം റിമൂവ് ചെയ്യുക.
ഫ്ലോട്ടിംഗ് ആൻഡ് കോമ്പറ്റിറ്റീവ് എക്സ്ചേഞ്ച് റേറ്റ് ആൻഡ് ഫ്രീ ട്രേഡ് ആണ്. ഫ്രീ ട്രേഡ് ആൻഡ് ഫ്ലോട്ടിംഗ് ആൻഡ് കോമ്പറ്റിറ്റീവ് എക്സ്ചേഞ്ച് റേറ്റ്. ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് അല്ല, ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് ആണ്. പിന്നെ ഓപ്പൺ ടു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് മാക്സിമം ഇൻവെസ്റ്റ്മെന്റ് ഫ്രം ഫോറിൻ ലാൻഡ് എൻകറേജ് ചെയ്യാന്നുള്ളത്. എൻകറേജ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. പ്രൈവറ്റൈസേഷൻ എന്നുള്ളതാണ്. ഇപ്പം കമ്മ്യൂണിക്കേഷൻ പോലുള്ള അല്ലെങ്കിൽ പിന്നെ ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ, ഹെൽത്ത്, എഡ്യൂക്കേഷൻ ഇതുപോലുള്ള സെക്ടേഴ്സിൽ എന്താണ് പ്രൈവറ്റ് സെക്ടേഴ്സിനെ എൻകറേജ് ചെയ്യാം. പ്രൈവറ്റ് സെക്ടേഴ്സ് ഇൻവോൾവ്മെന്റ്, പ്രൈവറ്റ് സെക്ടർ എൻഗേജ്മെന്റ് പിന്നെ എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് വാഷിംഗ്ടൺ കോൺസൻസസ് അണ്ടറിൽ വരുന്നത് നിയോ ലിബറൽ എക്കണോമിക് പോളിസീസ് ആണ്. നിയോ ലിബറൽ എക്കണോമിക് പോളിസീസ്. എന്താണ് ബെയ്ജിംഗ് കോൺസൻസസ്? The political and economic policies adopted by China following the free market reforms instigated by Deng Xiaoping ആണെന്ത് ചൈന ഫോളോ ചെയ്ത പോളിസീസ് ആണ്. ചൈന ഫോളോ ചെയ്ത എക്കണോമിക് പോളിസീസിനെയാണ് മെയിൻ ആയിട്ട് എക്കണോമിക് ഡെവലപ്മെന്റ് പോളിസീസിനെയാണ് ബെയ്ജിംഗ് കോൺസൻസസ് പറയുന്നത്. ഇൻസ്റ്റിഗേറ്റഡ് ബൈ ഡെങ് സിയോപിങ്. ദി ഫ്രേസ് വാസ് കോയിൻഡ് ബൈ ജോഷുവ കൂപ്പർ റാമോ. അപ്പൊ ഇദ്ദേഹമാണ് എന്ത് ഈ ഒരു ടേം കോയിൻ ചെയ്തത് ബെയ്ജിംഗ് കോൺസൻസസിനെ ടു ഹൈലൈറ്റ് ആൻ ആൾട്ടർനേറ്റീവ് അപ്രോച്ച് ടുവേർഡ്സ് ദി വാഷിംഗ്ടൺ കോൺസൻസസ്. അപ്പം വാഷിംഗ്ടൺ കോൺസൻസസിന് ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടാണ് എന്ത് ബെയ്ജിംഗ് കോൺസൻസസ് കാണുന്നത്. വാഷിംഗ്ടൺ കോൺസൻസസ് എന്ന് പറഞ്ഞാൽ US ലെഡ് എക്കണോമിക് പോളിസീസ് ആണ്. US ലെഡ് പോളിസീസ് ആണ്. അപ്പൊ മെയിൻലി യുഎസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. വാഷിംഗ്ടൺ കോൺസൻസസ് അല്ലെങ്കിൽ നിയോ ലിബറൽ എക്കണോമിക് പോളിസീസിൽ വാഷിംഗ്ടൺ കോൺസൻസസ് പോളിസീസ് അല്ലെങ്കിൽ നിയോ ലിബറൽ എക്കണോമിക് പോളിസീസ് ലോകത്തിൽ സ്പ്രെഡ് ചെയ്തതിൽ യുഎസിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അതിനൊരു ആൾട്ടർനേറ്റീവ് ആയിട്ടാണ് എന്ത് അല്ലെങ്കിൽ വാഷിംഗ്ടൺ കോൺസൻസസ് എന്ന് പറഞ്ഞത് വെസ്റ്റ് സെൻട്രിക് പോളിസീസ് ആണ്. ദാറ്റ് ഈസ് ലെഡ് ബൈ USA. അപ്പൊ അതിനൊരു ആൾട്ടർനേറ്റീവ് ആയിട്ടാണ് ബെയ്ജിംഗ് കോൺസൻസസ് വരുന്നത്. ചൈന ലെഡ് എക്കണോമിക് ഡെവലപ്മെന്റ് അല്ലെ ചൈനീസ് മോഡൽ എന്നൊക്കെ പറയാം. ചൈനീസ് മോഡൽ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ്. നമുക്ക് അതാണ് ബെയ്ജിംഗ് കോൺസൻസസ് എന്ന് പറയുന്നത്. ടു ഹൈലൈറ്റ് ആൻ ആൾട്ടർനേറ്റീവ് അപ്രോച്ച് ടുവേർഡ്സ് ദി വാഷിംഗ്ടൺ കോൺസൻസസ്. ദി ചൈനീസ് അപ്രോച്ച് ഈസ് സംടൈംസ് റെഫർഡ് ടു ആസ് ബേർഡ് കേജ് എക്കണോമി. എന്താണ് ബേർഡ് കേജ്? അപ്പം ഇതിനെ ബേർഡ് കേജ് എക്കണോമി എന്നും വിളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ബേർഡ് കേജ്. അപ്പം ഇതിൽ രണ്ട് കാര്യമാണുള്ളത്, ബേർഡും കേജും. അപ്പം ബേർഡ് എന്ന് പറഞ്ഞാൽ ഫ്രീഡം ആണ്. കേജ് എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്ഷൻസ് ആണ്. ഫ്രീഡം വിത്ത് റെസ്ട്രിക്ഷൻസ്. ഇത്രയേ ഉള്ളൂ, ഫ്രീഡം വിത്ത് റെസ്ട്രിക്ഷൻസ്. അപ്പം ചൈനയെ സംബന്ധിച്ചിടത്തോളം പ്രൈവറ്റ് സെക്ടർ വെൻ കമ്മിങ് ടു ദ ഫങ്ഷനിങ് ഓഫ് പ്രൈവറ്റ് സെക്ടർ ഇൻ ചൈന ഫ്രീഡം ഉണ്ടാവും, പക്ഷെ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവുന്നു. ഫ്രീഡം വിത്ത് റെസ്ട്രിക്ഷൻ ആണ്. അപ്പം പക്ഷികളെ പോലെ അവർക്ക് സ്വതന്ത്രമായിട്ട് അവർക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റും, പക്ഷെ വിത്ത് റെസ്ട്രിക്ഷൻസ്. സർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. അപ്പം അത് പാലിച്ചുകൊണ്ട് മാത്രമേ, അത് ഫോളോ ചെയ്തുകൊണ്ട് മാത്രമേ ചൈനയിൽ പ്രൈവറ്റ് സെക്ടറിന് ഫങ്ഷൻ ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ്. അപ്പം ഫ്രീഡം വിത്ത് റെസ്ട്രിക്ഷൻസ്. ബേർഡ് സിംബലൈസ് ഫ്രീഡം, കേജ് സിംബലൈസ് റെസ്ട്രിക്ഷൻസ്. ഇതാണ് ബേർഡ് കേജ് എക്കണോമി. ഓക്കെ, ഇതാണ് ബെയ്ജിംഗ് കോൺസൻസസ്. വാഷിംഗ്ടൺ കോൺസൻസസ് മീൻസ് neoliberal economic policies. Beijing Consensus means China's model of economic development. Washington Consensus, a Western-centric model of economic development that is led by USA. അപ്പോൾ ഇതാണ് വാഷിംഗ്ടൺ കോൺസൻസസ് ആൻഡ് ബെയ്ജിംഗ് കോൺസൻസസ്. രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഈ ടോപ്പിക്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഐഫർ എഡ്യൂക്കേഷൻ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം. ഓക്കെ, അടുത്ത ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ഫ്രം ഐഫർ എഡ്യൂക്കേഷൻ.